പോർച്ചുഗൽ എന്ന ഓരോ പൊസിഷനിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ടീമിനെതിരെ കളിയിലുടനീളം സർവാധിപത്യം പുലർത്തുന്നു. ത്രസിപ്പിക്കുന്ന നീക്കങ്ങളും മനോഹരമായ ആക്രമണ നീക്കങ്ങളും ഉണ്ടാക്കുന്നു. 24 തവണ ഗോൾ അറ്റംപ്റ്റ് നടത്തുന്നു. അർഹിച്ചൊരു ഗോൾ കാൽനഖത്തിന്റെ വ്യത്യാസത്തിൽ ഓഫ്സൈഡായി നിഷേധിക്കപ്പെടുന്നു. എന്നിട്ടും ഈ ലോകകപ്പിൽ ഏറ്റവും മനോഹരമായ 90 മിനിറ്റുകളുടെ വിരുന്നൊരുക്കിയാണ് കൊളംബിയ സമനിലയുമായി മൈതാനം വിടുന്നത്. നല്ല കാലം കഴിഞ്ഞുപോയ യൂറോപ്യൻ കളിമുറ്റങ്ങളിൽ നിന്ന് നിഷ്കാസിതനായി MLS മിനസോട്ട FC കളിക്കുന്ന ഹാമിസ് റോഡ്രിഗസ് മൈതാന മധ്യനിരയിൽ ഭരണം നടത്തിയ മത്സരമായിരുന്നു ഇത്. യുവാൻ റോമൻ റിക്വൽമിയുടെ അടരുകളുള്ള യുവാൻ ഫർ കിൻഡോണയാണ് ഹാമിസിന് പകരക്കാരനായി അവസാന നിമിഷം വരുന്നത്. ബോക്സിലേക്ക് അയാൾ തൊടുത്തുവിട്ട മഴവിൽ ക്രോസിൽ നിന്നുള്ള ഡെവിൻസൺ സാഞ്ചസിന്റെ ഹെഡർ ഗോളായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൂട്ടിന്റെ പാർശ്വം ഓഫ്സൈഡായിരുന്നു എന്നതൊക്കെ ഒഴിവ് കഴിവ് മാത്രമായിരുന്നു. ആധുനിക ഫുട്ബോളിൽ നിന്ന് അന്യം നിന്നു പോകുന്ന സ്വപ്നം പോലെയുള്ള അറ്റാക്കിംഗ് ഫുട്ബോളാണ് കൊളംബിയ കളിക്കുന്നത്. ഒന്നിച്ചാക്രമിക്കുകയും ഒന്നിച്ച് പ്രതിരോധിക്കുകയും ചെയ്യുന്ന, മിഡ്ഫീൽഡിൽ കളിയുടെ താളവും വേഗതയും നിയന്ത്രിക്കുന്ന, കളിക്കാർക്ക് പന്തിന്മേൽ സ്വാതന്ത്ര്യം നൽകുന്ന ബ്രാൻഡോൾഡ് നൊസ്റ്റാൾജിക് ഫുട്ബോൾ. പോർച്ചുഗലിന്റെ ലോകോത്തര അറ്റാക്കർമാരിൽ നിന്ന് കൊച്ചുകുട്ടികളിൽ നിന്നെന്ന പോലെ പന്ത് തട്ടിയെടുത്ത കൊളംബിയൻ ഡിഫൻസിനെ കൂടി എടുത്തു പറയണം. പ്രിയപ്പെട്ട ഡിയാഗോ കോസ്റ്റ, എന്തൊരു മത്സരമായിരുന്നു അയാൾക്കിത്. ഗോളെന്നുറപ്പിച്ച അരഡസൻ അവസരങ്ങളിലെങ്കിലും അയാൾ ഒറ്റൊരുത്തന്റെ കൈകരുത്തിന് മുമ്പിൽ കൊളംബിയക്ക് നിഷേധിക്കപ്പെട്ടു. അർഹിച്ച ജയം നിഷേധിക്കപ്പെട്ടുവെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളായി കൊളംബിയ അടുത്ത റൗണ്ടിലേക്ക്. പോർച്ചുഗലിനൊപ്പം കോങ്കോ കൂടി റൗണ്ട് ഓഫ് 32-ലെത്തുന്നു എന്നതും സന്തോഷമാണ്. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ കൊളംബിയക്കെതിരെ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിന് ഗോൾ രഹിത സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. എന്നാൽ സ്കോർ ബോർഡിലെ ഈ സമനില പോർച്ചുഗൽ ടീമിന്റെ മോശം പ്രകടനത്തെ പൂർണ്ണമായി മറച്ചുവെക്കുന്നില്ല. മികച്ച താരനിരയുണ്ടായിട്ടും കൊളംബിയൻ ആക്രമണങ്ങൾക്ക് മുമ്പിൽ താളം കണ്ടെത്താൻ പാടുപെടുന്ന പോർച്ചുഗൽ നിരയാണ് ആരാധകർ ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. മത്സരത്തിൽ പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ പോരായ്മ അവരുടെ ആക്രമണത്തിലെ മൂർച്ചയില്ലായ്മയായിരുന്നു. വളരെ കുറഞ്ഞ ഷോട്ടുകൾ മാത്രമാണ് അവർക്ക് എതിർ പോസ്റ്റിലേക്ക് ഉതിർക്കാൻ സാധിച്ചത്. മത്സരത്തിലുടനീളം കൊളംബിയ 6 ഷോട്ടുകൾ ലക്ഷ്യത്തിലേക്ക് തൊടുത്തപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ് തുടങ്ങിയ ലോകോത്തര താരങ്ങളുള്ള പോർച്ചുഗലിന് വെറും 2 ഷോട്ടുകൾ മാത്രമാണ് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചത്. പന്തടക്കത്തിലും മികച്ച പാസിങ്ങിലൂടെ കളി നിയന്ത്രിക്കുന്നതിലും കൊളംബിയൻ മധ്യനിര പോർച്ചുഗലിനേക്കാൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പോർച്ചുഗൽ പ്രതിരോധ നിരയുടെ പ്രകടനവും അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു. ആദ്യ അരമണിക്കൂറിൽ കൊളംബിയൻ മുന്നേറ്റ നിര പോർച്ചുഗൽ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. ലൂയിസ് ഡയസ്, ജെയിംസ് റോഡ്രിഗസ് എന്നിവരുടെ വേഗതക്കും ക്രോസുകൾക്കും കൃത്യമായ മറുപടി നൽകാൻ പോർച്ചുഗൽ ഡിഫൻഡർമാർക്ക് സാധിച്ചില്ലായിരുന്നു. പ്രതിരോധത്തിലെ ഈ വിടവുകൾ മുതലെടുത്ത് കൊളംബിയ പലപ്പോഴും അപകടകരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പോർച്ചുഗീസ് ഗോൾ കീപ്പർ ടിയാഗോ കോസ്റ്റയുടെ മിന്നുന്ന പ്രകടനമാണ് അവരെ വൻതോൽവിയിൽ നിന്നും രക്ഷിച്ചത്. 6 മികച്ച സേവുകളാണ് അദ്ദേഹം ഈ മത്സരത്തിൽ നടത്തിയത്. കൂടാതെ ആദ്യ പകുതിയിൽ റൂബൻ ഡയസ് ഗോൾ ലൈനിൽ വെച്ച് പന്ത് ക്ലിയർ ചെയ്തതും പോർച്ചുഗലിന് ജീവവായുവായി മാറി. ചുരുക്കത്തിൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോർച്ചുഗൽ അല്പം ഉണർന്നു കളിച്ചെങ്കിലും മൊത്തത്തിലുള്ള അവരുടെ പ്രകടനം വലിയൊരു വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഡിഫൻസിലെ പാളിച്ചകളും ഗോളവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലെ പരാജയവും പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന് മുമ്പിൽ വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. പോർച്ചുഗീസ് കോട്ടയിൽ വിള്ളലുകൾ വീണ ഒരു പോരാട്ടമായിരുന്നു ഇത്. മൈതാനമെന്ന പോർക്കളത്തിൽ തങ്ങളുടെ പ്രതിരോധ നിരയിലുണ്ടായ പാളിച്ചകൾക്കിടയിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് കൊളംബിയൻ പടയാളികൾ ഇരച്ചു കയറിയത്. ഓരോ മുന്നേറ്റത്തിലും അപകടത്തിന്റെ മണമുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു മൺകോട്ടയായി പോർച്ചുഗൽ പ്രതിരോധം മാറിയ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ. ചെറുത്തുനിൽപ്പുകളെ വകഞ്ഞുമാറ്റി കൊളംബിയൻ മുന്നേറ്റ നിര കൂർത്തമ്പുകൾ പോലെ പാഞ്ഞെടുത്തു. അവരുടെ കാലുകളിൽ നിന്ന് പിറന്ന ഓരോ ഷോട്ടും പോർച്ചുഗീസ് ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റി. ഒരു വൻ തോൽവിയുടെ കരിനിയൽ ആ മൈതാനത്ത് മെല്ലെ മെല്ലെ പടർന്നു തുടങ്ങിയിരുന്നു. ഏത് നിമിഷവും വല കുലുങ്ങാമെന്ന ഭയം ആ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നു. എന്നാൽ ഒരു കാവൽ മാലാഖയെ പോലെ അവിടെ ഒരാളുണ്ടായിരുന്നു, പോർച്ചുഗലിന്റെ സ്വന്തം ഡിയാഗോ കോസ്റ്റ. ഇരമ്പിയാർത്തു വന്ന കൊളംബിയൻ തിരമാലകളെ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഏക വൻമതിലായി അയാൾ ഗോൾ വലക്ക് മുമ്പിൽ അവതരിച്ചു. പ്രതിരോധം പൂർണ്ണമായും തകർന്നപ്പോൾ തന്റെ അസാമാന്യമായ മെയ്വഴക്കത്തിലൂടെയും മിന്നൽ വേഗത്തിലുള്ള പ്രതികരണങ്ങളിലൂടെയും അയാൾ പോർച്ചുഗലിന്റെ ജീവൻ കാത്തു. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർബോർഡിൽ തെളിഞ്ഞ ശൂന്യത കൊളംബിയൻ നിരക്ക് മുമ്പിൽ തോൽവി സമ്മതിക്കാതെ പൊരുതി നിന്ന ഒരു ഗോൾ കീപ്പറുടെ വീരഗാഥയാണ് വിളിച്ചോതുന്നത്.